PM ശ്രീ വിഷയത്തിൽ തലസ്ഥാനത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. കൊച്ചിയിൽ CPM മുൻ ലോക്കൽ സെക്രട്ടറി പങ്കജാക്ഷൻ പാർട്ടി ഓഫീസിൽ ആത്മഹത്യ ചെയ്തു. കൊച്ചി ഉദയപേരൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് ആത്മഹത്യ. ഓഫീസിലെ വായനശാല മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് പ്രാഥമിക വിവരം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, പാർട്ടി ഓഫീസിലാണ് തൂങ്ങി മരിച്ചത്. എന്താണ് മരണത്തിന് പിന്നിൽ? പാർട്ടി അന്വേഷണം തുടങ്ങിയോ? പോലീസ് അന്വേഷണം തുടങ്ങിയോ? ഇന്നലെ രാത്രി വരെ ഈ വായനശാലയിൽ അവിടെ പുസ്തകങ്ങളൊക്കെ തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുൻ ലോക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പങ്കജാക്ഷൻ എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇന്ന് രാവിലെ പത്രം ഇടാൻ വന്ന ആളാണ് ഈ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് പത്രം അവിടെ വായന മുറിയിൽ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അകത്ത് കയറിയ സമയത്താണ് തൂങ്ങി മരിച്ച നിലയിൽ പങ്കജാക്ഷനെ കണ്ടെത്തുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഉദയംപേരൂരിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ആണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങൾ പങ്കജാക്ഷൻ ഉണ്ടായിരുന്നു. അതായത് സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നേരത്തെ തന്നെ നേരിട്ടിരുന്നു. ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ 50 ലക്ഷത്തോളം രൂപയുടെ ഒക്കെ തന്നെ ബാധ്യതകൾ പങ്കജാക്ഷൻ ഉണ്ടായിരുന്നു. ഇത് വലിയ രീതിയിൽ മാനസികമായിട്ട് തളർത്തുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അവിടുത്തെ മറ്റ് പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. പാർട്ടി കുടുംബം തന്നെയാണ്. ഭാര്യ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെ തന്നെയാണ്. മറ്റ് ആരോപണങ്ങളൊന്നും തന്നെ ഇതുവരെ ഉയർന്നു കേട്ടിട്ടില്ല. എന്തായാലും ഈ സാധാരണ ഈ വായനശാല പൂട്ടാറില്ല, എപ്പോഴും തുറന്നു കിടക്കുന്ന രീതിയിൽ തന്നെയാണ്. ഇന്ന് രാവിലെ രേഷ്മ, ആത്മഹത്യാ കുറിപ്പ് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. മറിച്ച് നേരത്തെ തന്നെ ഈ ഒരു സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ പങ്കജാക്ഷൻ നേരിട്ടിരുന്നതായിട്ട് അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ അറിയാമായിരുന്നു. എന്തായാലും പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. അശ്വതി.